അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഒരാൾ ഒരു യാത്രയിൽ കൂടുകയാണ്. അങ്ങനെ രണ്ടാളും ഇങ്ങനെ യാത്ര പോവുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് വിശപ്പ് അനുഭവിച്ചപ്പോൾ തന്നിലുണ്ടായിരുന്ന ഭക്ഷണം അവർ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 കഷ്ണം പത്തിരി മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 കഷ്ണം ഒരാൾ ഒന്ന് തിന്നുകയും മറ്റൊരാൾ ഒന്ന് മൂസ നബി അലൈഹിസ്സലാം തിന്നുകയും മറ്റൊന്ന് തൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ തിന്നുകയും ഒന്ന് അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുകയാണ്. കുറച്ചൊക്കെ യാത്രയിൽ ഭക്ഷണം കിട്ടൂലല്ലോ, അതങ്ങോട്ട് പോയി നമ്മൾ നല്ല വിശപ്പ് വരുമ്പോൾ നമ്മൾ ഭക്ഷിക്കുക എന്ന് കരുതി അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇയാളെ അവിടെ നിർത്തി കുറച്ചൊക്കെ ദൂരമൊക്കെ പോയി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നേരത്തെ സൂക്ഷിച്ചു വെച്ചതായ ആ ഒരു ഭക്ഷണം, ഒരു പത്തിരിൻ്റെ കഷ്ണം കാണുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതാരാണ്? ഒരു ഭക്ഷണം, ഒരു പത്തിരിൻ്റെ കഷ്ണം എവിടെ പോയി? നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹമാണത് തിന്നത്. പക്ഷേ അത് അദ്ദേഹം കളവ് പറഞ്ഞു, എനിക്കറിയില്ല, ഞാനല്ല തിന്നത്, ആരാണെന്ന് അറിയില്ല. പക്ഷേ ഈസ നബി അലൈഹിസ്സലാം അതൊന്നും അന്വേഷിക്കാൻ പോയില്ല. പക്ഷെ എന്നാലും അയാളിന്നൊരു സത്യം വരുമോ എന്ന് ഇങ്ങനെ കൊതിക്കുകയാണ്. പക്ഷെ അയാളൊന്നും സത്യം പറയുന്നില്ല. അങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. യാത്ര മുന്നോട്ട് പോയി ഈസ നബി അലൈഹിസ്സലാം ഞാനൊരു നബിയാണെന്നുള്ള കുറേ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകളൊക്കെയും അത്ഭുതങ്ങളൊക്കെയും അദ്ദേഹത്തിന് മുമ്പിലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആ തിന്നതാരാണ്? എന്നിട്ടും അയാൾ പറയുന്നില്ല അത് ഞാനാണെന്ന്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ യാത്രയ്ക്ക് ഇടയിൽ ഒരു മരണപ്പെട്ട ഒരാളെ ഈസ നബി അലൈഹിസ്സലാം ഹയാത്താക്കുകയാണ്. അദ്ദേഹം കാണുകയാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകിയ ആ വലിയ മുഅ്ജിസത്തൊക്കെ കണ്ടിട്ട് പോലും അയാൾ സമ്മതിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, ആരാണ്? ഞാനല്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഈസ നബി അലൈഹിസ്സലാം ഒരു പ്രയാസമില്ലാതെ അവിടെ നിന്ന് നടക്കുകയാണ്. ആ മുഅ്ജിസത്തൊക്കെ ഈ മനുഷ്യന് കാണുകയാണ്. എന്നിട്ടും ചോദിക്കുകയാണ്, ആരാണ് തിന്നത്? ഇല്ല, എനിക്കറിയില്ല. അദ്ദേഹം പറയാണ്. എങ്ങനെ പറഞ്ഞാലും ഈസ നബി അലൈഹിസ്സലാമക്ക് അയാളൊന്ന് സത്യം പറയണം, ഒന്ന് പറയുമോ എന്ന് നോക്കുകയാണ്. അയാളൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് ചരക്കൽ തൻ്റെ കയ്യിലെടുത്ത് അതിനോട് പറഞ്ഞു, നീ പൊന്നായിക്കോ എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്, ഈസ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് എന്ന രീതിയിൽ അത് പൊന്നാവുകയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതുവരെ ഉള്ളതൊന്നും അദ്ദേഹത്തിന് അത്ഭുതമായില്ല. നമുക്ക് ഈ ചരിത്രം തന്നെ പഠിപ്പിക്കുന്നത് ഒരു പണത്തിന് ഏത് രീതിയിൽ ഒരാൾ കൊതിക്കും. അങ്ങനെ കൊതിച്ചാൽ അയാൾ എത്രമാത്രം അധപ്പതനത്തിലേക്ക് അയാൾ എത്തും, നാശത്തിലേക്ക് എത്തും എന്നതിന് ഉദാഹരണമാണ് ഈ ചരിത്രം. അതുവരെ അയാൾക്ക് അത്ഭുതമായി തോന്നിയില്ല. ഇതിനിങ്ങനെ കൊതിക്കുകയാണ്. അങ്ങനെ ഈസ നബി അലൈഹിസ്സലാം അതിനെ 3 ഓഹരി ആക്കുകയാണ്. ഒന്ന് എനിക്ക് എന്ന് പറഞ്ഞ് ഓഹരി വെക്കുന്ന, മറ്റൊന്ന് നിനക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കണം, മറ്റൊന്ന് അത് നേരത്തെ ആ പത്തിരി കഷ്ണം കട്ടവരാലുണ്ടല്ലോ, അത് നമ്മളല്ലല്ലോ, അയാൾക്കാണ് എന്ന് പറയുന്നു. ഇത് പറയലോടുകൂടെ അദ്ദേഹം പറയും, അത് ഞാനാണ് എന്ന് പറയുന്നു. ഓ, നീയല്ലേ? എന്നാൽ ഇതാ എടുത്തോ, എൻ്റെ ഓഹരിയും എടുത്തോ. പക്ഷേ ഇനി എന്നെ കൂടെ നീ വരരുത്, ഇങ്ങനെയുള്ളൊരു മുനാഫിക്ക് എന്നെ കൂടെ വരരുത്, നിനക്ക് പണമാണല്ലോ, അതാ നീ എടുത്തോ എന്ന് ഈസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ആ 3 ഓഹരി ആ പണത്തെ അദ്ദേഹത്തിന് കൊടുത്തു. അവിടെ നിന്ന് ആ സ്ഥലത്ത് തന്നെ വിട്ട് ബഹുമാനപ്പെട്ടവർ യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം അവിടുത്തെ യാത്രകളൊക്കെ കഴിഞ്ഞ് ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ പണം, നേരത്തെ വെച്ച ആ പണം, ആ പൊന്നാകണമെന്ന് പറഞ്ഞ് ആ പണം അവിടെ തന്നെയുണ്ട്. അതിൻ്റെ ചുറ്റുവശത്ത് ഒരു 3 ആൾക്കാരും മരണപ്പെട്ട് കിടക്കുകയാണ്.
നേരത്തെ പറഞ്ഞ ആ മനുഷ്യനും അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇയാൾ ഈ പണം ഇങ്ങനെ കൊതിച്ച് അതിങ്ങനെ തന്നിലേക്ക് സ്വന്തമാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അവിടെ ഒരു രണ്ടാൾക്കാർ അതിൽ കൂടുകയാണ്. അങ്ങനെ അവരും അതിൻ്റെ ഓഹരി ചോദിക്കുകയാണ്. അങ്ങനെ അവസാനമായി അവർ ചതിച്ച് ഇദ്ദേഹത്തിനെ കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് അവർ കൊന്നു. ഇയാളാണെങ്കിലോ ആ രണ്ടാൾക്കാർക്ക് പണമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ ഭക്ഷണത്തിൽ ഇയാൾ വിഷം കലക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ രണ്ടാൾക്കാർ ഇദ്ദേഹത്തിനെ കൊല്ലുകയും ഇയാൾ അവരുടെ ഭക്ഷണത്തിൽ വിഷമിട്ട് കൊടുത്തുകൊണ്ട് ആ രണ്ടാൾക്കാരെയും കൊല്ലുകയാണ്. അവസാനം പണം ആർക്കുമില്ല. ഇതിലൂടെ വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. പണം കയ്യിലുണ്ടായാൽ നമ്മുടെ അടുക്കൽ കുറേ ആൾക്കാർ വരികയും നമ്മെ ചതിക്കുകയും നമ്മെ നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള വലിയൊരു പാഠമാണ് ഇതിലൂടെ നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പണം വേണം, അതുണ്ടായാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അല്ലാഹുവിനെ മറന്നിട്ടുള്ളൊരു ജീവിതം ഒരിക്കലും, എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ സ്വത്ത് നമ്മളെ കയ്യിൽ വന്നാലും അല്ലാഹുവിനെ മറന്നിട്ടുള്ള ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.